ഏവർക്കും എന്റെ നമസ്കാരം. ഞാൻ ബാലേന്ദ്രൻ തെക്കന്മാർ, സ്വദേശം കണ്ണൂർ അഴീക്കോട്. ഏറെക്കാലമായി ഷാർജയിൽ വസിക്കുന്ന ഒരു പ്രവാസി. ഞങ്ങളുടെ ഉദ്യമം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ചലിപ്പിക്കാനും അല്പമെങ്കിലും ചിരിപ്പിക്കാനും കഴിഞ്ഞാൽ ഞങ്ങളേറെ ധന്യരായി കരുതാർത്ഥി. നമ്മൾ അറിഞ്ഞ വിവരം ജനങ്ങൾ അറിഞ്ഞെന്ന് തോന്നുന്നു. ദേ സ്വീകരിക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നു. നമ്മൾ അത്രയും വളർന്നോ? നീ വളർന്നിട്ടില്ല, ഞാൻ വളർന്നു. നമസ്കാരം സാറേ. നമസ്കാരം. ഞങ്ങൾ ഈ ചാനലിൽ വരിക. ഇതുകൊണ്ട് അവിടെ ക്യാമറയ്ക്ക് ഇരിപ്പുണ്ട്. അപ്പൊ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കളുടെ 20 ദിവസത്തെ ജയിൽവാസം എങ്ങനെയുണ്ടായിരുന്നു? പുതിയ അനുഭവം? ജയിൽവാസം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു പുത്തിരിയല്ല. നിരവധി ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഞങ്ങളുടേത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ജയിലിലെ സുഖസൗകര്യങ്ങളൊക്കെ? സുഖസൗകര്യം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള നേതാക്കന്മാർക്ക് ഇവിടെ VIP പരിഗണനയല്ലേ. AC റൂമും സുഭിക്ഷവും സുഖസമൃദ്ധമായ ഭക്ഷണവും അങ്ങനെ പിന്നെ ബ്ലൂടൂത്തോട് സമയം പോയത് അറിഞ്ഞില്ല. വിളിക്കണോ? അല്ല വിക്രമ, ഈ രാഷ്ട്രീയക്കാരും നമ്മൾ കള്ളന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? എടാ, നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ജനങ്ങൾ അറിയാതെ ഓടളക്കി കക്കുന്നു, അവര് ജനപിന്തുണയോടെ വോട്ട് നേടി കക്കുന്നു. നമസ്കാരം. നമസ്കാരം. ചാനലിനാണല്ലേ ക്യാമറ? ഓ, നിങ്ങളാണല്ലോ ഇന്നറിഞ്ഞ കുപ്രസ്ഥ കള്ളൻ ഭീകരന്മാര്. ഞങ്ങൾ രണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് കുറ്റമാണോ ചെയ്തത്? ഇദ്ദേഹം 5 കൊലപാതകമാണ് ചെയ്തേക്കുന്നത്. 5 കൊലപാതകം? ആരെയൊക്കെയാണ് താങ്കൾ കൊന്നത്? 3 പാറ്റ 2 പല്ലി. ഓ, ഈ 2 പാറ്റായ 3 പല്ലിയാണ് വലിയ കൊലപാതകം. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കൊലപാതകം തന്നെയാണ്. അത് ശരി. അപ്പൊ താങ്കളത് കുറ്റം ചെയ്തു എന്താണെന്നാ പറ വിക്രമ? ഇവനാണ് എന്നെ ഈ കൊലയ്ക്കൊക്കെ പ്രേരിപ്പിച്ചത്. പ്രേരണാ കുറ്റം, പ്രോത്സാഹനം. ചാനലുകാരാ, ഇനി ഇവിടെ നിന്ന 6ാമതൊരു കൊലപാതകം കൂടി എനിക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ചെയ്യും. ഇങ്ങോട്ട് വരാൻ, കുനിഞ്ഞു വരാൻ. ഇങ്ങോട്ട് വാ. താനെത്തിനാണ് തല്ലു? ഇപ്പൊ മനസ്സിലായ 6ാമത്തെ കൊലപാതകം. ദാ മുഴുത്തൊരു കൊതുക്. മുത്തു, പോലീസ് പിടിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. ചേട്ടാ, 1 മിനിറ്റ്, ഒരു ലഗേജ് കൂടി ഇറക്കാനുണ്ട്. എത്ര? 10 രൂപ. 10 രൂപയെ? ഒരാൾക്ക് എത്രയാണ്? ഒരാൾക്ക് 5 രൂപ. ഇത് ഹാഫ് ടിക്കറ്റ് അല്ലേ? ആന്നും പറഞ്ഞാൽ പറ്റത്തില്ല. 10 രൂപ. ഇത് കൊച്ചാണ്. കൊച്ചിന്റെ എഫക്ട് വേണ്ട. എടാ, പൈസ എടുക്കും വരേക്ക്. ചേട്ടാ, തർക്കിച്ചെടുക്കാണ്ട് കാശ് എടുത്ത് കൊടുക്കും. ഈ ആളാരെന്ന് മനസ്സിലായ? ജിമ്മൻ ജോർജിന്റെ മെയിൻ ആളാണ്. ജിമ്മൻ ജോർജിനെ മനസ്സിലായില്ലേ? ചേട്ടാ, തടിയേടാക്കാണ്ട് വേഗം പോവാൻ നോക്ക ഈ സ്ഥലത്തുനിന്ന്. ജിമ്മൻ ജോർജിനെ അറിയാൻ പാടില്ല. ജിമ്മൻ ജോർജിന്റെ അനിയനാണല്ലേ? ശബരിമലയിൽ ആണവക്കരാർ. ആണവക്കരാർ അല്ലടാ, അരവണക്കരാർ. സൂക്ഷിച്ചു നോക്ക്. ആണോ? അത് ശരി. ചേട്ടാ, 2 ചായ വേണം. വിത്തൗട്ട് വേണ്ട.
ചമ്പക്കുളം മൂലം വള്ളംകളി. ചമ്പക്കുളം മൂലം വള്ളംകളി അങ്ങനെ തിരിച്ചു മൊത്തം അക്ഷരപ്പശക. എടുത്തു. ഇതെന്താ വളഞ്ഞിരിക്കണ ചായ? കൈക്കൊരു ചെറിയ പ്രശ്നമുണ്ടേ. ചെറുതല്ല, വലിയ പ്രശ്നമാണ്. ചേട്ടാ വന്നേ, ഇതെന്നാ ചായ ഇത്? എന്ത് ഇതിനകത്ത് മധുരയില്ല, മധുരയിട്ട ചായയല്ലേ ചോദിച്ചേ? അങ്ങനെ ഒരു മധുരം ഉണ്ടാവൂലോ. ഇതിലും ഭേദം തുപ്പിയിടണമായിരുന്നു. എനിക്ക് വേറെ ചായ വേണേ. ചേട്ടാ ഇന്നൊരു ലെറ്റർ ഉണ്ട്. എന്ത് പറ്റില്ല കഴിച്ചില്ല? പെടലിരിക്കാൻ പറ്റത്തില്ല. ഇന്നലെ വൈകുന്നേരം ആ ജിമ്മൻ ജോർജിന്റെ ഇടയിലൊന്ന് പെട്ടുപോയേ. നിനക്കറിയാൻ പാടില്ല ജിമ്മൻ ജോർജിന്റെ സ്വഭാവം. ആവശ്യമില്ല ജിമ്മ ഓരോ. നാളെ തന്നെ ഞാൻ സ്ഥലമേറ്റം മേടിക്കാൻ പോവാ. എടാ മൊത്തത്തിൽ ഇവിടെ ശ്രദ്ധിച്ചു, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ട്. ചേട്ടാ ഒരു കടി വേണേ. അവനെ കടിച്ചിട്ടോടിയേക്കണ്. നിങ്ങൾ കടിയെന്ന് പറഞ്ഞാൽ പറഞ്ഞോ? ആ ഒരു കടിയെന്ന് പറഞ്ഞു. ഓ അങ്ങനെ നിൽക്കുമ്പോ കടിയെന്ന് പറയരുത്. കടിയെന്ന് പറഞ്ഞാൽ അപ്പൊ ഒന്ന് കടിച്ചിട്ടു. എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാന്ത ഇതിൽ വരരുത്. ചേട്ടോ പാലേ. കാരണം എങ്ങനെയാ? കുഴപ്പമില്ല, കണ്ട ശരിയായിക്കോളൂ. അല്ലേട്ടാ ഇത് എന്ത് പറ്റിയതാണ്? ഇതാ ജിമ്മൻ ജോർജ് ഓടിച്ചാണ്. ജിമ്മൻ ജോർജ്? അല്ലേട്ടാ ആരെ ജിമ്മൻ ജോർജ്? അയ്യോ, ആ മുതുകാൽ നിന്ന് ജിമ്മിൽ പോകാൻ തുടങ്ങി അന്ന് തുടങ്ങി ഈ നാടിന്റെ കഷ്ടകാലം. അറിയാവോ? അവനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി കഥകളുണ്ട്. സ്ട്രോങ് അല്ല, സൈസ് സ്ട്രോങ് ആയിരിക്കണം. ജിമ്മിൽ വാട പോർക്കെ സ്ട്രോങ് ആയിരിക്കണം. ഇങ്ങോട്ട് വന്നേ, ബാടിങ്ങാട്ട് ഒന്ന് പോയെന്നാ, ബാടിങ്ങാട്ട് സ്ട്രോങ് ആയിരിക്കണം ജീവിക്കുമ്പോ. ബോഡി ബിൽഡിങ്ങിന് വാടാ. ഇവിടെ നടക്കാൻ ജീവല്ല, അപ്പോഴാണ് ബോഡി ബിൽഡിംഗ്. നീ ഒന്ന് പോയേ. ഇങ്ങോട്ട് പഞ്ചീര വന്നേ, കാണിച്ചിര ഇങ്ങോട്ട് വാട. നീ ഇങ്ങോട്ട് പഞ്ചീര കാണിച്ചിര. കണ്ട നീ സ്ട്രോങ് അല്ല. കാലത്തെ കപ്പലണ്ടി പിണ്ണാക്കി തിന്നണം, പിന്നെ ഉച്ചക്ക് സാമ്പാറും ചോറും, വൈകിട്ട് പൊറോട്ട ഇറച്ചി തിന്നണം. നീ എന്തിനാണ് ജീവിക്കണം? പോയി ചത്തൂടെ. അവർക്ക് ജീവിക്കണ്ടേ? ഇത് കണ്ട തൈസ് കണ്ട? പൈസ ഉണ്ട്. ആ പൈസ വരും. ജിമ്മിൽ വന്നാ തൈസ് വരും. മനസ്സിലായ? ഒരു കാര്യം ചെയ്ത് ഇവിടെ ഇട്ട് പഞ്ച് ചെയ്തേ. ഇവിടെ ആരും ഇല്ലടാ. ധൈര്യമായിട്ട് ഇരിക്കടാ. കണ്ട പോങ്ങല്ല നീ. എഴുന്നേറ്റ് വാട. കളിക്ക് പോന്നി. കളിക്കില്ല നീ. റോട്ടി കിടന്ന് കളിക്കാണ്ട് ജിമ്മിൽ വന്ന് കളിക്കാൻ. കണ്ട പഞ്ച് സ്ട്രോങ് ആയിരിക്കും. ജിമ്മിലാണ്ട് വാ സ്ട്രോങ് ആവണമെങ്കിൽ. അല്ല പിന്നെ ദുഷ്ടകാലമാണ് ഈ പരമ ദുഷ്ട ജിമ്മി പോലെ പറഞ്ഞ് മനുഷ്യർ ജീവിക്കണ്ടേ? അവനോ